ഹലോ ഗൈസ്, അപ്പോൾ ഇന്നാണ് എൻ്റെ കുഞ്ഞാടെ 20th സെറിമണി. ചെറിയ പ്രോഗ്രാമാണ്, നമ്മൾ വീട്ടുകാർ മാത്രമായിട്ട് കഴിക്കുകയാണ്. റൂമിലെത്തിയ ആൾ ഒരുക്കാൻ വേണ്ടി പോയപ്പോൾ ആൾ നല്ല ഉറക്കമാണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഞങ്ങൾക്ക് 3 പേർക്ക് ഒരുപോലത്തെ ഡ്രസ് കോഡാണ് എടുത്തത്. കണ്ണാപ്പിനോട് ഈ കുളിക്കണില്ല ചോദിച്ചപ്പോൾ അവന് മടിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എല്ലാവരും വരുന്നുണ്ടായിരുന്നു. ചേച്ചീനെ പോയി നോക്കിയപ്പോൾ ചേച്ചി ഫുള്ള് ഡെക്കറേഷൻ വർക്കിലാണ്. ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങിയതും അവൾ തന്നെയാണ്, എല്ലാം അവൾ തന്നെയാണ്. അമ്മ ഇതാ വിളക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും നന്ദും ദേവട്ടികളൊക്കെ എത്തിയിട്ടുണ്ട്. നന്ദോട്ട് പിന്നെ കുട്ടിയായാൽ മതി. ഏട്ടൻ വന്നപ്പോൾ തന്നെ ഓരോ കോമഡിയൊക്കെ പറയണം. അപ്പോഴേക്ക് ഇതാ വലിയ ചേച്ചി കുഞ്ഞാറ്റിയൊക്കെ വന്നു. റിച്ചോട്ടിന് മോഡൽ എക്സാം ആണ്, ഏട്ടന് പണിയുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇത് അവിടെ നിന്ന് അമ്മയച്ചയും ഏട്ടനൊക്കെ വന്നു. ഏട്ടൻ നെയിമിംഗ് ബോർഡൊക്കെ വാങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോഴേക്ക് ഞാൻ അതാ കുഞ്ഞുവാവയെ ഒരുക്കാൻ പോയി. ഇതാണ് അവളുടെ ഡ്രസ്സ്. വലിയ കുറുമ്പോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഡ്രസ്സൊക്കെ ഇട്ടെടുത്ത് കടത്തിയപ്പോഴാണ് ആൾ കരഞ്ഞത്. എന്നാലും കുറേ ഒന്നും കരഞ്ഞിട്ടില്ല, അപ്പം തന്നെ നിർത്തി. പിന്നെ ഞാൻ കണ്ണേട്ടൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ കണ്ണേട്ട അതൊക്കെ അൺബോക്സ് ചെയ്യായിരുന്നു. അങ്ങനെ ഞാനും കൂടി ഹെൽപ്പാക്കി. പക്ഷെ സംഭവം അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പം എങ്ങനെ തൂക്കും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ അതെങ്ങനെ തൂക്കും എന്നുള്ള ചർച്ചയിലായിരുന്നു. അങ്ങനെ ഫൈനലി അതൊക്കെ തൂക്കി. പിന്നെ ചടങ്ങിനുള്ള സമയമായെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ വിളക്കൊക്കെ കൊണ്ടുവച്ചു. അങ്ങനെ ബാക്കി എല്ലാ സാധനങ്ങളും കൊണ്ടുവച്ചു. തേനും വയമ്പ് അരയ്ക്കുന്നതും അതുപോലെ തന്നെ അവളുടെ കരിവളയും മാലയും ഒക്കെ എല്ലാം കൊണ്ടുവച്ചു. എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ്. ഇനി പരിപാടി തുടങ്ങിയാൽ മതി. പിന്നെ എന്നോടും കണ്ണേട്ടനോടും വരാൻ പറഞ്ഞു. ഇനി തുടങ്ങാമെന്ന് പറഞ്ഞു. എന്തായാലും സമയമായി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പരിപാടിയൊക്കെ തുടങ്ങാനുള്ള ഇതിലായി. അവളാണെങ്കിലോ നല്ല ഉറക്കമായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു ആൾക്ക്. കണ്ണേട്ടൻ അവൾ കരച്ചിലാവും എന്നൊക്കെയായിരുന്നു പറഞ്ഞത്, പക്ഷെ ആൾക്കൊരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ കണ്ണേട്ടൻ ആദ്യം ചരടൊക്കെ കെട്ടി. ആൾ നല്ല ഉറക്കത്തിലൊന്നും അറിയണില്ല. പിന്നെ അമ്മ കരിവളം ഇട്ടു, അച്ഛനും കരിവളമൊക്കെ ഇട്ടുകൊടുത്തു. പിന്നെ കണ്ണേട്ടൻ പാദസരം കെട്ടി. ആൾക്കൊരു കുഴപ്പമില്ലായിരുന്നു, ആൾ ശരിക്കും സമ്മതിച്ചു. പിന്നെ അമ്മ വളമൊക്കെ ഇട്ടു. പിന്നെ ചേച്ചി മാലൊക്കെ ഇട്ടുകൊടുത്തു. മാല കെട്ടി കഴിഞ്ഞ് പിന്നെ ആൾ കരച്ചിൽ തുടങ്ങി. അപ്പം ഞാൻ വേഗം കണ്ണേട്ടന് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞു ഇനി പൊരിക്ക എഴുതാൻ പൊട്ടൊക്കെ തൊടട്ടെ എന്ന് പറഞ്ഞു. ആളെങ്ങനെ നോക്കിയിട്ട് സമ്മതിക്കുന്നില്ല. അവൾ വേഗം കൈയൊക്കെ വായിലേക്ക് കൊണ്ടുപോവാണ്. പിന്നെ അങ്ങോട്ട് കരഞ്ഞില്ലേ. അവൾ കരയാത്തതൊക്കെ അപ്പം കരഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സൈലൻ്റായി. പിന്നെ ഞാൻ വേഗം ഒന്ന് പൊട്ടിട്ട് കൊടുത്തു. ആൾ പിന്നെ നല്ല ഉറക്കമായി. അപ്പം ഞാൻ എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തത് പൗഡർ ഇടുക എന്നുള്ളതായിരുന്നു. അതാണല്ലോ, പൗഡറാണെങ്കിൽ ഇട്ടത് ഒന്നായിട്ട് മേലിലും അവളുടെ എയർ ബാൻഡിലൊക്കെ ആയി. അങ്ങനെ അതൊക്കെ തുടച്ച് മാറ്റി ശരിക്ക് കൈ കൊണ്ട് തന്നെ ഞാൻ ഇട്ടുകൊടുത്തു. അതുകൊണ്ട് ഇടേണ്ടിയില്ലാതില്ലാന്നായിപ്പോയി എനിക്ക്. അവളുടെ മേലൊക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞ് ഇനി നേരെ നമുക്ക് നെയിം റിവീലിങ്ങിന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫൈനലി നെയിം റിവീൽ ചെയ്യാണ്. ഇവാനിയ ശരത്, ഇതാണ് പേര്. നെയിം റിവീലിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാനും കണ്ടിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പോയി. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസ് എടുക്കാന്ന് പറഞ്ഞാൽ അത് പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനും കണ്ണേട്ടനും കുറച്ച് നേരം കുട്ടൂനൊക്കെ കളിപ്പിച്ചു. അപ്പോഴേക്ക് പിന്നെ ഭക്ഷണം വിളമ്പിയെന്ന് പറഞ്ഞു. അച്ഛനും അമ്മയോരൊക്കെ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും കണ്ണേട്ടനും കുട്ടൂനെ ഉറക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു. കണ്ണേട്ടനും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പണ്ട് വലിയ ചേച്ചി കുട്ടി നല്ല ഉറക്കാന്ന് പറഞ്ഞിട്ട് എടുത്തോണ്ടിരുന്നത്. എവിടെ അവളും ഉറങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ കുട്ടിപ്പടാസ് അതാ ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴാണ് കണ്ണേട്ടൻ പറഞ്ഞു തൊട്ടിൽ സെറ്റ് ചെയ്യാന്ന്. അങ്ങനെ അതൊക്കെ എടുത്തോണ്ട് ഞങ്ങൾ തൊട്ടിലൊക്കെ സെറ്റ് ചെയ്ത് അവളതിൽ കിടത്തിയപ്പോൾ ആൾക്കൊരു കുഴപ്പമില്ല, ആൾ നല്ല ഹാപ്പിയാണ്. പിന്നെ കണ്ണേട്ടൻ കുട്ടീനൊക്കെ എടുത്ത് കളിപ്പിച്ചു. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്, ബൈ.